മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എല്ലാവരെയും വിഷൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഇക്കുറിത്തെ വിഷു എന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. അതെ, ഓക്കെ. എന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. നന്നായി എൻജോയ് ചെയ്ത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മളെ സർവേശ്വരനോട് അതിന് സാധിച്ചതിന്. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും വിഷൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പടക്കൊക്കെ പൊട്ടിച്ചു എല്ലാവരും? ആരും പൊട്ടിച്ചിട്ടില്ലേ? പടക്കമൊക്കെ പൊട്ടിച്ച്. മണി സാർ ഒന്നും മിണ്ടുന്നില്ല. ഉണ്ണികൃഷ്ണ സാറ് കമന്റ് ചെയ്യുന്നുണ്ട് യെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഫൈൻ. മണി സാർ എന്താ ഒന്നും മിണ്ടാത്തേ? സാറാണ്. ഓക്കെ ഓക്കെ. അപ്പം വിഷുവൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്ന് സെഷനിലേക്ക് പോവാം അല്ലെ? ഇന്നത്തെ സെഷനിലേക്ക് പോവാം. സോ ഇന്ന് നമുക്ക് റസാഖ് സാറാണ് അവിടെ സെഷൻ എടുക്കുന്ന ഒരു ട്രെയിനർ ആയിട്ട് വന്നിട്ടുള്ളത്. സാറിന്റെ ടോപ്പിക് വരുന്നത് ഇല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ് സാറ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. ഓക്കെ. എന്റെ മൊബൈലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അറിയില്ല, സൂം ഓൺ ആക്കിയാൽ ആളുകളെ കാണുന്നില്ലേ? കേൾക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, മണി സാറിന്റെ രണ്ടുപേരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്ത് സംഭവം? മൊബൈൽ നന്നാക്കിയാലോ? മാജിക് മണി, എവിടെ ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഇങ്ങളെ മൊബൈലിന്റെ പ്രശ്നാണ്. എനിക്ക് റേഞ്ച് ഇല്ല. പക്ഷേ അതാ ഞാൻ ഓണാക്കാത്ത. ഞാൻ ദീപ വന്നിട്ടുണ്ട് വിഷയമായിട്ട്. അടക്കൊക്കെ പൊട്ടിച്ച് മടുത്ത് ക്ഷീണിച്ച് വരികയാണ്. ഷീജ, ഷൈനി, കൃഷ്ണ മുർഷിദാർ, റോസാലി മാം ഒക്കെ ഒന്ന് ഓണാക്കി വാങ്ങി. ഇല്യൂഷൻ കേട്ടിട്ടുണ്ടോ ഈ വാക്ക് എവിടെയെങ്കിലും? ഒന്ന് ചാറ്റ് ചെയ്തേ. ഇല്യൂഷൻ പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തായാലും ചാറ്റ് ചെയ്യട്ടെ. ചാറ്റ് ചെയ്യണ്ടോ? ഞാൻ കാണാഞ്ഞിട്ടാണോ? ആർക്കറിയാം ഇല്യൂഷൻ? ആർക്കാണ് അറിയാം? വരുന്നുണ്ട്. കേട്ടിട്ടുണ്ട്. എന്ത് സംഭവം? എന്താണ് ഇല്യൂഷൻ പറഞ്ഞാൽ? എന്താ ദീപ ഇല്യൂഷൻ പറഞ്ഞാല്? മായാണ്. മായ. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കാണാതാകുക അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കാണാതാവുന്നതിനാണ് ഇല്യൂഷൻ പറയുന്നത്. അപ്പോ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഇതുവരെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ലാതായി ഇല്ലേ? ഇതിനല്ലേ ഇല്യൂഷൻ പറഞ്ഞത്? യെസ്. അപ്പൊ നമുക്കൊരു 2-3 വസ്തുക്കളെ നോക്കാം, ഇല്യൂഷൻ ആയിട്ടുണ്ടോ ഇല്ല നോക്കാം. ഒന്ന്, ഒരു വിശ്വാസം, അതായത് പരസ്പരമായ ഒരു വിശ്വാസം ഇന്ന് ഇല്യൂഷൻ ആയിട്ടുണ്ട്. റെഡിയാണോ? അല്ലേ? യെസ് സ്റ്റാർട്ട് ചെയ്യും. യെസ് അല്ലെങ്കിൽ നോ. പരസ്പര വിശ്വാസം ഇല്യൂഷനായി പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ശരിയാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. സിന്ധുമാൻ പറഞ്ഞു യെസ്. പിന്നെ സിന്ധുമാമിന് മാത്രമേ ഇത് വിശ്വാസമുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും വിശ്വാസമില്ല. മണി സാർ പറയുന്നുണ്ട്. ഒരു കാര്യം പറയാമോ? പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്
ഇപ്പൊ ഞാന് കോഴിക്കോട് വരികയാണെന്ന് വിചാരിച്ച അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ബസ്സൊന്നും ഇല്ലായിരുന്നു. ചെറിയ എപ്പോഴെങ്കിലും ഒരു ബസ്, ആ ബസ്സിന് കോഴിക്കോട്ടേക്ക് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ആവും അല്ലേ? അത്രയും സമയം പിടിച്ചിട്ടാണ് അന്നത്തെ യാത്ര. ഇന്നത്തെ പോലെ സ്പെഷ്യൽ റോഡുകളോ അല്ലെങ്കിൽ സ്പീഡുള്ള വാഹനങ്ങളോ ഒന്നുമില്ല. അപ്പോ പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞ കാര്യം കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു പരിചയവും ഇല്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിന്നിവിടെ താമസിക്കട്ടെ അല്ലേ? താമസിപ്പിക്കുവോ? അന്ന് താമസിപ്പിച്ചിരുന്നു. മണിസാറിന് അറിയാ എന്തായിരുന്നു അന്നത്തെ വീട്? എന്തായിരുന്നു? അടച്ചുറപ്പുള്ള വീടാണ് അന്നത്തെ പോലെ അല്ല. അല്ല. ചിലപ്പോ ഒരു വാല അല്ലെങ്കിൽ പരമ്പ് എന്നൊക്കെ പറയും. പരമ്പ് ആർക്കെങ്കിലും അറിയോ? പരമ്പ് അറിയോ? അറിയാം. അറിയാം. അതൊക്കെയാണ് അന്നത്തെ ചുമരുകൾ എന്ന് പറഞ്ഞാൽ. തൊട്ടപ്പുറത്ത് ചിലപ്പോ ഭാര്യ ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ കുട്ടികൾ ഉണ്ടാവും, അവരുടെ സ്വത്ത് സമ്പാദ്യം ഒക്കെ ഉണ്ട്. എന്നാലും ഒരു പരിചയമില്ലാത്ത എന്നെ അവിടെ താമസിപ്പിച്ചിരുന്നു. കാരണം അവർക്ക് വിശ്വാസമായിരുന്നു താമസിപ്പിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത്. ഇന്നിപ്പോ നമുക്ക് ചുറ്റുമതിലുണ്ട്, ഗേറ്റ് ഉണ്ട്, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്, CCTV ഉണ്ട്. അതെ. ഇത് താമസിപ്പിക്കുവോ? ഇല്ല. അപ്പോ പരസ്പര വിശ്വാസം എന്തായി? ഇല്യൂഷൻ ആയിപ്പോയി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും, അച്ഛൻ മക്കൾ ആണെങ്കിലും, അച്ഛന്റെ കൂടെ മക്കളെ കെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ അല്ലേ? കാരണം ഇല്യൂഷൻ ആയിപ്പോയി. സാധാരണ വിശ്വാസം എന്തായി? ഇല്യൂഷൻ ആയിപ്പോയി. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത തെറ്റാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അത് മറന്നു പോകും. പക്ഷെ ആ ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് പേടിയായത്. ഇങ്ങനെ സംഭവിക്കുമോ എന്ന ഭയം. അപ്പോഴാണ് സെക്യൂരിറ്റി സംഭവം, ചുമരുകള്, മതിലുകള്, CCTV ഒക്കെ വരാൻ കാരണം അതുകൊണ്ടാണ്. പള്ളിയിലും അമ്പലങ്ങളിലും ചർച്ചിലൊക്കെ ഇപ്പൊ എന്താണ്? CCTV ആണ് ഇല്ലേ? അമ്പലത്തിലില്ലേ സാറ്? CCTV ഉണ്ട്. ദൈവത്തിന് വരെ CCTV വേണം. പള്ളിയിലുണ്ട്, ചർച്ചിലുണ്ട്, ദൈവത്തിന് വരെ CCTV വേണം ഇപ്പൊ. കാരണം എന്താ? ദൈവത്തെ പോലും കട്ടെടുക്കാൻ വരണം. അപ്പോ ഒന്നാമത്തെ കാര്യം പരസ്പര വിശ്വാസമാണ്. മക്കളാണെങ്കിലും, ഭാര്യയാണെങ്കിലും, ഭർത്താവാണെങ്കിലും, അയൽവാസികളാണെങ്കിലും, നമ്മുടെ കൂടപ്പിറപ്പാണെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ കാര്യം ഒരുമയാണ്. ഒരുമ കേട്ടിട്ടുണ്ടോ? ഒരുമ എന്ന വാക്ക്? ഒരുമ ഉണ്ടെങ്കിൽ അലക്കുമ്പോഴും കിടക്കാറില്ലേ? വലക്കേന ഇല്യൂഷനാണ്. ഇപ്പൊ അലക്കുമ്പോ കൊടുക്കില്ല. വലക്കേനപ്പോ ഇല്യൂഷനാ. പിന്നെ ഇങ്ങനെ കിടക്കുക എവിടെങ്കിലും ഉണ്ടാവും? വലക്ക വീട്ടിലുണ്ടോ? ഞാൻ സാധ്യതയില്ല. ഒരു വീട്ടിലൊന്നും ഉണ്ടാവില്ല അല്ലേ? ഒരുമ തീരെ ഇല്ല, വലക്ക അത്രയും ഇല്ല. രണ്ടും ഇല്യൂഷനായി പോയി. ഇന്നിപ്പോ ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒരു വൈകുന്നേരം 5 മണി, 4:30, 5 മണി ആയാല് നിങ്ങളൊരു റോട്ടിലൂടെ അല്ലെങ്കിൽ നടപ്പാതയിലൂടെ നടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. എന്താണ്? ഓരോ വീടിന്റെ മുറ്റത്തും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതും സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? അല്ലെങ്കിൽ അങ്ങാടിയിലൊക്കെ ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കും ഏതെങ്കിലും ഒരു മൂലയില്. പെണ്ണുങ്ങളൊക്കെ എന്താ ചെയ്യും? വീട്ടിൽ ആ കോലായി എന്നൊക്കെ പറയും. ഇന്നത്തെ സിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, അതേപോലുള്ള ഒരു സാധനം. കോലായിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു.
ഒരുമ എന്ന് പറഞ്ഞ സംഭവം. ഇന്നില്ല. ഒരു മുന്നോട്ട് പോവുക, ഡൈസ്, ഗോൾഡൻ ഡൈസ്. അത് ഇല്യൂഷൻ ആയപ്പോ ഇന്നിപ്പോ നമ്മളൊരു 10 ആള്, 100 200 ഒന്നും വേണ്ട, 10 ആള് ഒരുമിപ്പിക്കണം. ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ 10 പേര് വരണം പറഞ്ഞാൽ എത്ര പേര് വരും? 10 ആൾ. അപ്പൊ പറയും എനിക്ക് ഒഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ ഇല്ല, ഞാനിപ്പോ ബിസിയാണ്, കല്യാണം ഉണ്ട്, അതെ. ഇല്ലേ? ശരിയാണ്. നമ്മള് ഒരു മീറ്റപ്പ് വെച്ചിട്ട് കാലത്ര മനസ്സാറെ? അമ്മേ, കാണാൻ തോന്നുന്നു എല്ലാരും. ഓരോ മാസവും മീറ്റപ്പ് ചെയ്തിരുന്ന ബിമാജിക്കിന്റെ അതെ. അന്ന് കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ എന്ത് പറ്റി? ആളുകൾക്ക് നേരമില്ല, എന്നാ പോരെ. സമയമില്ല, ഒരുമ ചെയ്യാനില്ല, ഒരുമിപ്പിക്കാനുള്ള സമയമില്ല. നമ്മൾ ഓടുകയാണ്. എന്തിനാ അറിയോ? എന്തിനാണ് ഈ ഓടുന്നത് അറിയോ? ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. എന്നിട്ട് തേയണുണ്ടോ? ഇല്ല. അപ്പൊ ഒരുമ എന്ന സംഭവം ഇല്യൂഷനായി പോയി. നമുക്ക് ഒരുമിക്കണം, ഒരുമിച്ചാലേ എല്ലാം നടക്കും. ഇത് പിരിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയിൽ എത്ര സംഘടനയായി പിരിയാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഇപ്പോ ABCD അങ്ങനെയൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് അക്ഷരം ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പോ ഓരോ പാർട്ടി ആണെങ്കിലും ശരി, മതസംഘടനയാണെങ്കിലും ശരി, ഇനി അതല്ല നമ്മുടെ ക്ലബ്ബുകളാണെങ്കിലും ശരി, ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ ആ 4 ക്ലബ്ബായി മാറുക, പിരിയുക എന്നുള്ളതാണ്, കൂടിച്ചേരുക എന്നുള്ളത് വളരെ കുറവാണ്. ആ മനസ്ഥിതി നമ്മൾ എത്തുന്നത് നഷ്ടപ്പെട്ടു പോയി, ഇല്യൂഷനായി പോയി. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ രാജ്യത്ത് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഹോസ്പിറ്റൽ എത്ര ഉണ്ടായിരുന്നു? കുറവായിരുന്നു പണ്ട്. ഡയാലിസിസ് സെന്റർ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. എനിക്ക് തോന്നുന്നു സിന്ധുമ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പൊന്നാണിന്ന്. പൊന്നാണിയിലുള്ള ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കോഴിക്കോട്ടേക്കെങ്കിലും പോകേണ്ടി വരും, വേണം. ഇല്ലേ? അന്ന് ബഷീർ സാറ് നാട്ടിൽ മാത്രമേ ഈ സംഭവം ഉണ്ടാവുള്ളൂ, വേറെ എവിടെ ഉണ്ടാവില്ല. ഇന്നിപ്പോ ഞങ്ങളെ കോഴിക്കോട് ഉണ്ടാവും. നാട്ടിലും ഇപ്പൊ നമ്മളെ പഞ്ചായത്തിലെ ഓരോ വാർഡിലുണ്ട്. അതെ. ഓരോ വാർഡിന് ഓരോ സെന്ററാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഇല്യൂഷൻ ആയി പോയൊരു സംഭവമാണ് ഹെൽത്ത് എന്ന സാധനം. ജീവിത ശൈലികള് മാറിപ്പോയി. ആരോഗ്യം ഇല്യൂഷൻ ആയിപ്പോയി. അതിന്റെ കാരണം, രോഗത്തിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാഞ്ഞിട്ടാണ്. അതായത് ചികിത്സ നമ്മളെടുത്താണ്, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലോ അല്ല. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഉണരുന്ന സമയം, അതേപോലെ തന്നെ കുളിക്കുന്ന സമയം, എക്സസൈസിന്റെ സമയം, ഇതിനുള്ള മാറ്റങ്ങളാണ്. നമ്മളാണ് യഥാർത്ഥത്തിൽ ചികിത്സകര്, അല്ലേ? നമ്മുടെ ശരീരം ചികിത്സിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, പകുതി മുക്കാൽ വരെ. പിന്നീടും നിയന്ത്രിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതി. അപ്പോൾ അത് നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെട്ടാണ്. അവരൊക്കെ പറയും, എല്ലാ ഡോക്ടർമാരും ഈ അഭിപ്രായക്കാർ തന്നെയാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിദഗ്ധരായ ഡോക്ടർമാരും ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുമാണ്. എനിക്കറിയുന്ന എല്ലാ ഡോക്ടർമാരും കേട്ടോ. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, അതിലൊരു സംശയമില്ല. പക്ഷെ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം, അതെല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രോഗം, വിവിധ തരത്തിലുള്ള രോഗങ്ങളുണ്ട്. നമുക്കറിയാം, ഒന്ന് ശാരീരിക രോഗമുണ്ട്, മാനസിക രോഗമുണ്ട്, ശാരീരിക രോഗം കാരണമുണ്ടായ മാനസിക രോഗമുണ്ട്,
മാനസിക കാരണം കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുണ്ട് അല്ലേ? ഇതിൽ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണ്ട ചികിത്സിക്കാൻ. പനിക്ക് ഇഞ്ചക്ഷൻ, ഊര കംപ്ലൈന്റ് ആയാലും അതിനും ഇഞ്ചക്ഷൻ, എന്തിനും ഇഞ്ചക്ഷൻ ഉള്ള കാലം. അപ്പോ എന്താണ് നമുക്ക് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്നും എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയ അബദ്ധം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാത്തത് കാരണവും മറ്റുള്ളവരോടൊരു സംശയം ചോദിക്കുക. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പാപ്പാനോട് ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പാനോട് ചോദിക്കും, അമ്മയോടൊന്ന് ചോദിക്കും, എന്ത് ചെയ്യണം, നമ്മൊരു കല്യാണം വരുന്നുണ്ട്, എന്താണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, ആരോടൊക്കെ പറയണം, എവിടെ പോകണം എന്ന് മറ്റുള്ളവരോട് കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് കാരണന്മാരെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറക്കാര്. കാരണന്മാർ എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കപ്പെടേണ്ടത് അവരാണ്. അവരോട് ചോദിച്ച് ഒരു കൺഫേം ആയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇന്നങ്ങനെയല്ല. എന്റെ സ്വന്തം ഇഷ്ടം, എന്റെ സ്വന്തം ഇഷ്ടം, ഞാൻ അങ്ങോട്ട് ചെയ്യും. അതിന് ഇനിയിപ്പോ അച്ഛനെ എതിർത്താലും ശരി, അമ്മ എതിർത്താലും ശരി, ആരെതിർത്താലും ശരി, ഞാനാ തീരുമാനിക്കുക. അത് ഞാനാണ് തീരുമാനിക്കും. ആ ഒരു ശിഷ്ടത്തിലേക്ക് നമ്മുടെ ചിന്താഗതി പോയി. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓരോ പ്രവർത്തനവും നമുക്ക് തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഓരോ പ്രവർത്തനം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതൊരു കലാപമായിരിക്കും. സംസാരിച്ചാൽ അത് കലാപമായിരിക്കും. കാരണം ഒരാൾ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അവിടെ എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക. ഞാൻ ആരാണെന്നോ എൻ്റെ ഡ്യൂട്ടി എന്താണെന്നോ എൻ്റെ സംസ്കാരം എന്താണെന്നോ ആർക്കും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തായി, ഇല്യൂഷനായി പോയി നമ്മളെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ ഇല്യൂഷനായ ഒരു സംഭവം ഇതൊക്കെ നമുക്ക് കാണാനില്ലാതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്ത്. ഇതൊക്കെ കാണാനില്ലാതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ ഈ സംഭവമൊക്കെ ഉണ്ടെന്നുള്ളത് അറിയോ? മുമ്പുണ്ടായിരുന്നു എന്നുള്ള ആർക്കെങ്കിലും അറിയോ? മുമ്പുണ്ടായിട്ട് ഇപ്പൊ ഇല്ലാതായത്? യെസ്. നിങ്ങൾക്ക് ഒരു പക്ഷിയെ പറഞ്ഞു തരാൻ സാധിക്കുമോ? മുമ്പ്, അതായത് കുറച്ചു കാലം മുമ്പ് കണ്ട് ഇപ്പൊ കാണാതായ ഒരു പക്ഷി, ഏതെങ്കിലും ഒരു പക്ഷിയെ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു പക്ഷിയെ പറയാം. മരംകൊത്തിയെ ഇപ്പൊ കാണുന്നില്ല. പിന്നെ മരംകൊത്തി പറഞ്ഞാൽ ആർക്കും മനസ്സിലായ സംഭവം എന്ത് സാധനം അറിയാത്തവരാരും ഉണ്ടോ? മരത്തിൽ ഇങ്ങനെ കൊത്തുന്നൊരു കിളി ഉണ്ടായിരുന്നു, കുടു എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട്. അത് കാണാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ തത്തയെ കണ്ടിട്ടുണ്ടോ? തത്തയിപ്പോ ചിലര് വീട്ടിൽ വളർത്തുന്നത് കാണാണ്ടല്ലോ, അതൊന്നും കാണാൻ. പുറത്തിട്ടതൊക്കെ പാകത്തായില്ല. ഇപ്പൊ പുറത്തൊരു പക്ഷീനെ വേറെ കാണുന്നുണ്ട്, എന്താ അറിയോ, മയിലിനെ. ഇടയ്ക്കിടയ്ക്ക് അത് നല്ലതിനല്ല. മയിലിനെ കാട്ടിലുള്ള ജീവികൾ ഇപ്പൊ നാട്ടിലിറങ്ങി, നാട്ടിലുള്ളതൊന്നും കാണാനില്ലാതായി. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെടികളെ കാണാനില്ലാതായിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ വ്യവസ്ഥ കൊണ്ടല്ലേ സംഭവിച്ചത്? ആണോ? അതല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ? നമ്മുടെ വ്യവസ്ഥ കൊണ്ടാണോ ഇത് സംഭവിച്ചത്? ഈ ജീവികളെ ഇവിടെ കാണാനില്ലാതായത്? കാടുകളൊക്കെ മുറിച്ചു മാറ്റി അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥകൾ നമ്മൾ നശിപ്പിച്ചു, മലകളൊക്കെ നിരത്തി. അപ്പോ കാട്ടിലുള്ള പുലികളും മയിലുകളൊക്കെ എന്തായി, നാട്ടിലിറങ്ങി അല്ലേ? നാളെ നമ്മളെ നൗഫൽ എന്താ പുലിനെ കണ്ടു പറഞ്ഞു. നൗഫലിന്റെ നാട്ടില് കാട്ടിലുള്ള ജീവികൾ നാട്ടിലിറങ്ങി. കാരണം എന്താ? നമ്മുടെ പ്രവർത്തനാണ് അല്ലേ? നമ്മുടെ ആവാസ വ്യവസ്ഥ, ആ ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ആക്കിയപ്പോ എന്തായി, ബാക്കിയുള്ളതൊക്കെ എന്തായി, ചേഞ്ചായി. മുമ്പ് കണ്ടിരുന്ന പലതും ഇല്യൂഷനായി പോയി. ഇന്ന് നമ്മൾ കാണാത്ത പലതും കണ്ടുകൊണ്ടിരിക്കുക.
അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? വളരെ കൃത്യമായി മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും പരസ്പരം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിക്കുകയും ഒരുമയോടെ കാര്യങ്ങൾ തീരുമാനിച്ച് വ്യക്തത വരുത്തി മുന്നോട്ട് പോകുകയും ചെയ്താൽ നമുക്ക് പലതും കാണാൻ സാധിക്കും. ഇല്യൂഷനായി പോയ സ്നേഹത്തെയും ആരോഗ്യത്തെയും വിശ്വാസത്തെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സാധിക്കോ ഇല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ചാറ്റിംഗ് ഉണ്ടോ അറിയാലോ. സാധിക്കും. സാധിക്കും, ഇഷ്ടം പോലെ സാധിക്കും. അപ്പൊ നമുക്ക് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വിശ്വാസത്തിലും ജീവിക്കണം, ഒരുമയോടെ ജീവിക്കണം, ഒരുമിക്കണം. എല്ലാവരും വരുന്ന ഒരു 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 വിളിക്ക് ഉത്തരം കാത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം. അതിനുള്ള അവസരങ്ങൾ വരും. ആ വരുമ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരുമിച്ച് ചേരുകയും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് മുന്നോട്ട് പോവുകയുമാണ്. എല്ലാവരും ഇതിന്റെ ആളുകളാണ്. ലീഡർമാര് സിന്ധു മാമാണ് ഇതിന്റെ ആള്, അതല്ലെങ്കിൽ ബഷീർ സാറാണ് ഇതിന്റെ ആള്. ഞാൻ വെറും സാധാരണക്കാരൻ എന്നൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവരും ഇതിന്റെ ആളുകളാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഒരു ക്ലാസ് ഉണ്ടാക്കിയതാട്ടോ അത്. കാരണം ഇന്ന് എനിക്കൊരു അതിഥി വരുന്ന ദിവസമാണ് വീട്ടിലെ, ചൊവ്വാഴ്ച. അപ്പൊ അതുകൊണ്ട് അപ്പോഴേക്കും കഴിയണം. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു സാറേ, താങ്ക് യു. എന്തായാലും ഇതിലിപ്പോ ഇന്ന് 24 പേരുണ്ട്. 24 പോയോ? സിന്ധുമാൻ പോയോ? സിന്ധുമാൻ തെങ്ങിന്റെ മുകളിൽ കയറി. ഹലോ, ഇവിടെ നമ്മളെ മറ്റേ ഇവള് പോയാ? എന്താണ് മുഷീറ? എന്താ വളരെ പോയാ? ഇല്ലില്ല റസാഖ് സർ, ഞാനിവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞോളൂ. ഇല്ല, സിന്ധുമാൻ തെങ്ങിന്റെ മുകളിൽ കയറി. തെങ്ങ് അല്ലെങ്കിൽ പ്ലാവിന്റെ മുകളിൽ കയറി. ഓക്കെ സിന്ധുമാൻ, ഓക്കെ ആണോ ഇപ്പോ? ഒരു രക്ഷയില്ല സിന്ധുമാൻ. അതെ, നേരത്തെ എവിടുന്നോ നല്ല റേഞ്ച് വന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി നിന്നിട്ട് സംസാരിച്ചു നോക്കൂ. ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സംസാരിച്ചപ്പോ അപ്പൊ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒപ്പുണ്ട്. എന്തായാലും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക നമുക്ക് പരസ്പരം ഒന്ന് കാണണം എന്നുള്ളത്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു മീറ്റപ്പ് വെച്ചാലോന്ന് എന്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ റസാഖ് സാറ് പറഞ്ഞ പോലെ നമ്മള് ഓരോരുത്തരും ഇതിലത്തെ ഓരോ കണ്ണികളാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി യോജിച്ച ഒരു ശൃംഖലയാണ് ഇപ്പൊ നമ്മളെ ഭീമേജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോരുത്തർക്കും എടുക്കാൻ തീരുമാനം, നമുക്ക് എവിടെ വെച്ച് കൂടണം, നമുക്ക് എന്ന് കൂടണം എന്നുള്ളത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ എല്ലാരും കൂടി തീരുമാനിച്ച് നമുക്കൊരു ദിവസം കണ്ടെത്തി നമുക്ക് കാണണം എന്ന് മനസ്സിൽ അതിയായ മോഹമുണ്ട്. എല്ലാരും അതിനെ കൂടെ നിൽക്കുക. പിന്നെ റസാഖ് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും നമുക്ക് എന്താ പറയാ ഒരു ക്ലാസ് പോലും ഒരു കമ്മില്ല. കേൾക്കണില്ലേ? ഒരു പോസ്റ്റ്മാൻ ഒരു വീട് അറിയണമെങ്കിൽ ആദ്യം അംഗൻവാടി ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വരിക. കാരണം പരസ്പരം മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അറിയില്ല. അവരെ വീട്ടുകാരെന്താന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല. തൊട്ട അയൽവാസിയായിരിക്കും, അറിയില്ല. അത്രയ്ക്കും കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. എനിവേ ഓൾ താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സാറേ, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, നിങ്ങളോട് സെറ്റ് ആക്കിക്കൂടി. ഞങ്ങളുണ്ട് നിങ്ങളവിടെ, ഒരു സംശയം വേണ്ട. ഓക്കെ, വേറെ ആള് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സിന്ധു മാം. മൂർത്തി സർ. Hello. Good morning, sir.
ഇല്യൂഷൻ അധികം കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ വേർഡിന്റെ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴത്തേക്ക് ഇത്ര സീരിയസ് ഉള്ള വേർഡാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ നന്നായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അത്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു. ഇല്യൂഷൻ അത് മാജിക്കിന്റെ ഒരു ഭാഷയാണ്. അത് ശരി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മൂർത്തി സർ. ഫീഡ്ബാക്ക് വന്നോട്ടെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്തോളൂ, ഫീഡ്ബാക്ക് ഷെയർ ചെയ്യൂ. അതെ പറഞ്ഞോളൂ. മാജിക് പറഞ്ഞോളൂ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. മാജിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മായാജാലം. അത് തന്നെയാണ് മാജിക്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് പണ്ട് കാലത്തുള്ള ആ ഓർമ്മകൾ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ പിന്നോട്ട് പോയി ആ മധുര സ്മരണകൾ നമ്മളെ മുന്നിലേക്ക് എത്തി എന്നുള്ളതാണ്. പണ്ട് കാലത്ത് വീടുകൾ ഉണ്ടെങ്കിലും ഒരു കോമ്പൗണ്ട് മതിലുകളൊന്നുമില്ല. സാർ പറഞ്ഞ മാതിരി വീടിന് ചുമരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ അവിടെയും പോകും, അവിടുത്തെ കുട്ടികൾ ഈ വീട്ടിൽ വരും. അങ്ങനെ പരസ്പര ധാരണയോട് കൂടി ഒത്തൊരുമയോട് കൂടിയിട്ടൊക്കെയാണ് ജീവിച്ചു വന്നത്. അതുപോലെ തന്നെ ആരോഗ്യത്തിനും അവർ നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല വായു ശ്വസിച്ച് നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസ് കുറവായിരുന്നു അന്ന്. ഇപ്പം സാറ് പറഞ്ഞ മാതിരി മുഴത്തിന് പല ഇതും, പല്ലിൻ്റെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പം അടുത്തടുത്തായിട്ടുണ്ടാവും. അപ്പം എത്ര വലിയ പേസ്റ്റ് തേച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മളെ കാര്യം നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ ആരോഗ്യവും നമ്മളെ സ്നേഹവും ബഹുമാനവും മറ്റുള്ളവരോടുള്ള ഇടപഴകലും ഒത്തൊരുമയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ഇത് വരേണ്ടത്. അപ്പൊ നമ്മൾ സ്നേഹമായിട്ട് നിന്നെന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ മറ്റുള്ളവരിലേക്ക് അത് പകർന്ന് വലിയൊരു ഇതാകാൻ പറ്റും. അപ്പൊ നല്ലൊരു വാക്ക് ആ ഇല്യൂഷൻ എന്നുള്ളത് നല്ല രീതിയിൽ ഇന്നത്തെ നമ്മളെ മാജിക്കിനോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതും കൂടെ നല്ലൊരു വിഷയമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ഇടക്കിടക്ക് സാർ ഇങ്ങനെ വന്നിട്ട് നല്ല നോളജ് നമുക്ക് തരണം തന്നെയാണ് പറയാ. പണ്ട് നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, വളരെ മെച്ചപ്പെട്ട ക്ലാസ്സുകളുണ്ട്. യോഗേന്റെ സംബന്ധിച്ചായാലും ശരി, ഈ മെഡിറ്റേഷന്റെ 7 ചക്രാസ് അതിനെ പറ്റിയിട്ടൊക്കെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല ക്ലാസ്സുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലൈവ് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു ഫോർ എവരിതിങ്. താങ്ക് യു സർ. താങ്ക് യു മണി സാർ. വേറെ താങ്ക് യു മണി സർ. ഓക്കെ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ദീപല്ല, സുലേഹാബി, ഷീജ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. നിങ്ങള് പറഞ്ഞിട്ട് വിജയിക്കാനാണ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത്. പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഇല്യൂഷൻസ് കുറേയധികം തോന്നലുകൾ എന്നാണ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോ സാർ നല്ല ക്ലാസ്സിലൂടെ പറഞ്ഞു തന്നു അതെങ്ങനെയാണ് എന്താണെന്ന്. താങ്ക് യു സാർ. താങ്ക് യു ദീപ മാം. അഖില മാം സംസാരിച്ചിട്ട് കുറെ ദിവസമായല്ലോ. അഖില മാം എവിടെ ഉണ്ടോ? ഉണ്ട്. അഖിലുണ്ട്, പിന്നെ ഒരു ഷാദിനുണ്ടല്ലോ. ധ്യാനമേം ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ഷെബിന മാം, അതുപോലെ നൈന. ഷെബിനുണ്ട്. ഒക്കെ ജോലിയിലാണെന്നുണ്ടോ? അടുക്കള ജോലിയിലാണ്. അപ്പം ഉണ്ടാക്കണം. ദോശയും കറി ഉണ്ടാക്കണം അല്ല ഷെബിന? എന്താ ഷെമീറ ഇപ്പൊ ക്യാമറ ഒക്കെ ഓഫാക്കി നമ്മളൊക്കെ ഒഴിവാക്കി. ഷെമീറ മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ആളുണ്ട്, മാറിയിരിക്കാണ്. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് ഓൾ. നിങ്ങളാ മറ്റേ ഷോക്കേസിന്റെ ഉള്ളിൽ പോയിരിക്കല്ലേ, ഇങ്ങോട്ട് മുന്നിൽ കയറി.
സാറ് ഞാൻ കുറച്ച് വൈകിട്ടാ കയറിയ, ഫുള്ള് കേട്ടില്ല. ലാസ്റ്റത്തെ കുറച്ച് പക്ഷികളുടെ കാര്യമൊക്കെ പറഞ്ഞതുള്ളൂ കേട്ടത്. ഫസ്റ്റ് എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഫസ്റ്റ് ഇനി ഞാന് ഇത് കാണാം, റെക്കോർഡ് കാണാം. ഓക്കെ, താങ്ക് യു ഷമീറ. ഓക്കെ, താങ്ക് യു സമീറ മാം. നൈന ഉണ്ടോ? നൈന ആരാള്? നൈന മാം പുതിയ ആളാണ്. ഈ ആള് എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്ക് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും ജോയിൻ ചെയ്തിട്ട്. എന്നിട്ടാ മിണ്ടാതിരിക്കണ്ടേ? ഒന്ന് മുന്നോട്ട് വരി, ഒന്ന് പരിചയപ്പെടാലോ. നൈന മാം ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് റിസപ്ഷൻ ഇല്ലാത്തോണ്ടാവാം. അതാണ് അപ്പം ഇടക്കിടക്ക് കുറച്ച് ഞാനും സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടല്ലോ ഉണ്ടല്ലോ. അപ്പം നൈന മാം എന്ത് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട്? ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ണികൃഷ്ണ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. റസാഖ് സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നത് അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴാർക്കും വിട്ടുപോയിട്ടില്ല. നമ്മളെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയ നല്ലൊരു വേദിയാണ് ബി മാജിക്. അപ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുക, കിട്ടിയ നിമിഷം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മണി സാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ എടുക്കുന്നതാണ് റസാഖ് സാർ. താങ്ക് യു സാർ. നല്ലൊരു ഇൻഫോർമേഷനാണ്. നമ്മളിൽ നിന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഇത് വീണ്ടും ഓർമ്മിക്കാനുള്ള ഒരു അവസരം റസാഖ് സാറിലൂടെ നമുക്ക് കിട്ടിയത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. ഷീല മാം. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. ബി മാജിക്കിനോട് വളരെയേറെ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഞാൻ ക്ലാസ് കേട്ടു. റസാഖ് സാർ മാക്സിമം നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ആക്റ്റീവായിട്ട്, ഇതിലും കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് പഴയ ആൾക്കാർക്ക് അറിയാം. സാർ എപ്പോഴും എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവന്ന് അവരെങ്ങനെ വളരണം, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നന്നായിട്ട് പറഞ്ഞ് എപ്പോഴും തരുന്ന ഒരു വ്യക്തിയാണ്. എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞാൻ താങ്ക് യു സാർ. ഒരു പ്രത്യേക കാര്യം പറയുവാണ്, ഞാൻ നാളെ ഹൗസ് വാമിങ് നടത്തുവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ചോദിക്കുന്നു, പറയുന്നു. താങ്ക് യു ശീല, താങ്ക് യു. നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി കോട്ടയത്ത് വരുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ലോഡ്ജ് ഒന്നും എടുക്കണ്ട, വന്നാ മതി. ഞാന് സ്ഥലം തന്നോളാം. വീടുണ്ട്, താമസിക്കാൻ വീടുണ്ട്. എന്തായാലും ഒരു ഹൗസ് ടൂർ വേണം നമുക്ക് കാണാൻ. അതെ ഒരു ഹോം ടൂർ സംഘടിപ്പിക്കണം. എന്നിട്ട് അതെ ശീലാമാവിന്റെ വീട്ടിലേക്ക് എന്തായാലും നമുക്ക് ഒരുമിച്ച് പോണം. കോട്ടയത്ത് വന്നാ മതി, കോട്ടയത്ത് വരുമ്പോ വന്നാ മതി. ഇപ്പം എല്ലാവർക്കും നല്ല തിരക്ക് ടൈമല്ലേ നമ്മുടെ ഇവിടെയും. അതെ, എന്നാലും അതെല്ലാം പറഞ്ഞ പോലെ ഒരു പ്രപഞ്ച ശക്തിയുടെ അല്ലേ, നമ്മുടെ ഈ ഒരു ഈശ്വരന്റെ അനുഗ്രഹമാണ്. കാരണം എല്ലാം പെട്ടെന്ന് 1 മാസം കൊണ്ട് നടന്ന സംഗതികളാണ്. കാഴ്ചയും ബാക്കി കാര്യങ്ങളും ഒക്കെ. പുതുപ്പള്ളി പുതുപ്പള്ളി വരെ പോകണ്ട സാറേ, കൊല്ലാടെന്ന് പറയും. പുതുപ്പള്ളി വഴിയും വരാം. സാറ് നമ്മളാ വന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. വരുന്നതിനൊരു മാറ്റമില്ല, പെട്ടെന്ന് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്, എല്ലാരെയും ക്ഷണിക്കുകയാണ്. എനിക്കറിയാം ക്ഷണിച്ചാലും നിങ്ങൾ വരത്തില്ല, കാരണം ഇത്രയും ദൂരം വരവ് നടക്കത്തില്ല. അതുകൊണ്ട് ക്ഷണിക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷില മാം. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരുടെയും ബി മാജിക് മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാ പിന്നെ അതിന്റെ പേരല്ല ഇനി ആരുമില്ലേ പറയാൻ വേണ്ടിട്ട്? എവിടെ പോയി? നമ്മൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. സനീഷ സനിഷ മാം.
നൈന മാം, ഇതൊന്നും മിണ്ടൂല, മിണ്ടാത്ത ആൾക്കാരാണ്. ഷബിന മാം, ജ്ഞാനം, അഖില മാം. എന്തുപറ്റി? നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് അവിടെ ഉണ്ടോ? ചിലപ്പോ ആരെങ്കിലും വടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, സംസാരിച്ച അടി കിട്ടുന്നുള്ളേക്ക്. ഇല്ലേ ഈർഷ്യവൃത്തിയാരെ സംസാരിച്ചപ്പോ അടി കിട്ടുന്നുള്ളേക്ക് വടിയായിട്ട് നിൽക്കുന്നുണ്ടാവും ചിലപ്പോ. ഓക്കെ, ആരൊന്നും മിണ്ടുന്നില്ല. എന്താണ് ആവോ? എല്ലാവരും അടുക്കള പണിയിലായിരിക്കും. അതെ അതെ. അതാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള റസാഖ് സാറിനും റസാഖ് സർ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും ഇപ്പോൾ ലീവ് ചെയ്യാം. ബൈ. താങ്ക് യു റസാഖ് സർ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Next day.